ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അസ്ലാസ് കുക്ക് ആൻഡ് വ്ളോഗ്. ഇന്നിന്നത് നല്ലൊരു നാടൻ രീതിയിലുള്ള ഒരു കാടയുടെ ഫ്രൈയും കൊണ്ടാണ് വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പം നമുക്കെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. കാട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 കാട എടുത്തിട്ടുണ്ട്. ആ കാടയുടെ സൈഡൊക്കെ ഇതേപോലെ ഒന്ന് വരിഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ഒരു ലെമൺ ജ്യൂസ്. ഈ മസാലയിൽ ഞാൻ കോൺഫ്ലവർ ഒന്നും ചേർക്കണില്ല. കോൺഫ്ലവർ ചേർക്കാതെയാണ് ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാടയിലോട്ടുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ കാടയായിട്ട് എടുത്തിട്ട് നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഈ കാടയുടെ ഉൾവശമൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കണം. കാടൊക്കെ നന്നായി മസാല തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. കാട ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നേരത്തെ മാഗ്നേഷൻ ചെയ്ത് വെച്ചിട്ടുള്ള കാട ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റവ് നല്ല കുറച്ച് വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറുവശവും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. കാട ഫ്രൈ ചെയ്തതിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഫ്രൈ ചെയ്താൽ സൂപ്പറാണ് കേട്ടോ. അതേപോലെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ 2 പച്ചമുളക് കൂടി ഇട്ടാൽ കിടിലായി. അപ്പോൾ ഇതേപോലെ കാട ഫ്രൈ ഉണ്ടാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.